നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്ന് ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. അപ്പോ നാളെയാണ് പ്രിസൺ ഓഫീസറിന്റെ പരീക്ഷ നടക്കാനിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പരീക്ഷ പ്രിസൺ ഓഫീസറോട് കൂടി ആരംഭിക്കുവാണെങ്കിൽ അങ്ങോട്ട് പരീക്ഷയുടെ കാലമാണ്. കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കിയിട്ട് പോവുക. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് കറണ്ട് അഫയേഴ്സ്. അതിലെ മാർക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് തരുന്നത്. തുടങ്ങാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്തിട്ട് പോവാ, ലൈക്ക് ചെയ്തിട്ട് പോവാം. എനിക്കൊന്നും അറിയണ്ടേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ലൈക്സ് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമായി എന്നൊക്കെ. പിന്നെ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നമ്മുടെ ടെലഗ്രാമിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ. തുടങ്ങിയാലോ. ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് വിക്രം എസിനെ പറ്റിയാണ്. ഈ വിക്രം എസിന്റെ ഒരു പോയിന്റ് ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ് സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് ആണ് വിക്രം എസ്. സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് ആണ് വിക്രം എസ്. വിക്രം എസ് വിക്ഷേപിച്ചത് 2022 നവംബർ മാസം 18-ാം തീയതിയാണ്. അപ്പൊ 2022 നവംബർ മാസം 18-ന് വിക്ഷേപിച്ച സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റിന്റെ പേരെന്താണ്? വിക്രം എസ് ആണ്. വിക്രം എസ്. അപ്പൊ ഈ വിക്രം എസ് വിക്ഷേപിക്കാനുള്ള അനുമതി നൽകിയ ISROയുടെ കീഴിലുള്ള ഏജൻസിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ. ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ. ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ എന്ന ISROയുടെ കീഴിലുള്ള ഏജൻസിയാണ് വിക്രം എസിന്റെ വിക്ഷേപണത്തിന് അനുമതി നൽകിയത്. ഈ വിക്രം എസ് എന്ന റോക്കറ്റ് ഡെവലപ്പ് ചെയ്തത് ഹൈദരാബാദ് ആസ്ഥാനമായ ഒരു സ്റ്റാർട്ടപ്പ് ആണ്. ആ സ്റ്റാർട്ടപ്പിന്റെ പേരാണ് സ്കൈറൂട്ട് എയ്റോസ്പേസ്. സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള റോക്കറ്റ് ഡെവലപ്പ് ചെയ്തത്. ഈ റോക്കറ്റിന്റെ വിക്ഷേപണത്തിന്റെ ഈ പ്രാരംഭ ഘട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് തയ്യാറെടുപ്പ് ദൗത്യം. ഈ തയ്യാറെടുപ്പ് ദൗത്യം അറിയപ്പെട്ട പേരാണ് പ്രാരംഭ്. ഈ വിക്രം റോക്കറ്റിന്റെ വിക്ഷേപണത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യവട്ട ഒരുക്കങ്ങൾ, ആ ഒരു തയ്യാറെടുപ്പ് ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെട്ടെ? പ്രാരംഭ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 2022 നവംബർ 18-ന് സ്വകാര്യ മേഖലയിൽ നിന്നും വിക്ഷേപിച്ച ഇന്ത്യയിലെ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റിന്റെ പേരെന്തുവാ? വിക്രം എസ്. ഇപ്പൊ തന്നെ പഠിച്ചു പോവാ. വിക്രം എസ് എന്നതാണ്. ISROയുടെ കീഴിലുള്ള ഏത് ഏജൻസിയാണ് ഈ റോക്കറ്റിന്റെ വിക്ഷേപണത്തിന് അനുമതി നൽകിയത് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ. ഈ റോക്കറ്റ് ഡെവലപ്പ് ചെയ്തത് ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അതിന്റെ പേരാണ് സ്കൈറൂട്ട് എയ്റോസ്പേസ്. ഈ ഒരു വിക്രം എസിന്റെ പ്രാരംഭ ഘട്ടത്തിലുള്ള ആ ഒരു വിക്ഷേപണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെട്ടത്? പ്രാരംഭ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഓക്കെ, ഇനി അടുത്തത് ഒരു വാക്സിന്റെ പേരാണ്. വാക്സിന്റെ പേര് സെർവാവാക് എന്നതാണ്. സെർവാവാക് എന്നത് ഗർഭാശയ ഗള അർബുദത്തിനെതിരെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത വാക്സിന്റെ പേരെന്ത്? സെർവാവാക്. സെർവാവാക് എന്നത് എന്തിനെതിരെയുള്ള വാക്സിൻ ആണ്? ഗർഭാശയ ഗള അർബുദത്തിനെതിരെയുള്ള വാക്സിൻ ആണ്. ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത വാക്സിൻ ആണ്. വാക്സിന്റെ പേരെന്താ? സെർവാവാക് എന്നതാണ് വാക്സിന്റെ പേര്. അടുത്ത 2 പോയിന്റ്സും വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഇന്ത്യയുടെ 49ാമത് ചീഫ് ജസ്റ്റിസ് ആയി 2022 ഓഗസ്റ്റിൽ നിയമിതനായത് ആരാണ്? ഇന്ത്യയുടെ 49ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി 2022 ഓഗസ്റ്റിൽ നിയമിതനായത് ജസ്റ്റിസ് UU ലളിതാണ്.
ജസ്റ്റിസ് യു ലളിത്. ജസ്റ്റിസ് യു ലളിത്. അപ്പൊ നിങ്ങൾക്ക് ഒഴിവ് സമയം കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ അറിവ് വെച്ച് കുറച്ച് കാശുണ്ടാക്കിയാലോ? നമ്മുടെ അറിവിനെ എങ്ങനെ വരുമാനമാക്കി മാറ്റാം? ഇപ്പൊ നിങ്ങൾ കേരള PSCയിലെ ചോദ്യങ്ങളും നിരന്തരം ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുവല്ലേ? അപ്പൊ ഇങ്ങനെ സമ്പാദിച്ച അറിവൊന്ന് വരുമാനമാക്കി മാറ്റാം. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു മലയാളി ഡെവലപ്പ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് സോൾട്ട് മാംഗോ എന്ന് പറയുന്നത്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കേരള PSC, സയൻസ്, GK, മാത്സ്, ഫേമസ് പേഴ്സണാലിറ്റീസ്, ഫോറിൻ ലാംഗ്വേജസ് എന്ന് പറഞ്ഞ ഡിഫറെന്റ് കാറ്റഗറീസിൽ ക്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്യൂസ് അറ്റൻഡ് ചെയ്ത് ലൈവ് ക്യൂസ് കളിച്ച് അതുപോലെ ലക്കി ഡ്രോയിൽ പങ്കെടുത്ത് സർവേകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ കളക്ട് ചെയ്യുന്ന സോൾട്ട് കോയിൻസ് ആമസോൺ, പ്ലേ സ്റ്റോർ, ഫ്ലിപ്കാർട്ട് എന്നിവയിലെ ഗിഫ്റ്റ് കാർഡുകളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ലൊരു ഓപ്ഷൻ തന്നെയല്ലേ, നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയല്ലേ? അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ആപ്പ് എങ്ങനെയാണ് അതിൽ നമുക്ക് കളിക്കാൻ പറ്റുന്നത് അതിന്റെ ഒരു ഡെമോ വീഡിയോയും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്ന് കളിച്ചു നോക്കൂ. 50ാമത് ചീഫ് ജസ്റ്റിസ് ആയി 2022 നവംബറിൽ നിയമിതനായത് ആര്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ജസ്റ്റിസ് ധനഞ്ജയൻ Y ചന്ദ്രചൂഡാണ് 50ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് 2022 നവംബറിൽ നിയമിതനായത്. അപ്പൊ പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ്? 15th ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം. ഇനി അടുത്ത പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കലാപുരസ്കാരങ്ങളാണ്. ഇത് PSC ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചോദിക്കാറുള്ള ഒരു ഏരിയയാണ്. കഥകളി പുരസ്കാരം, അതായത് സംസ്ഥാന കഥകളി പുരസ്കാരം 2021-22 പഠിക്കാം. പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം 2021-22. കേരളീയ നൃത്തനാട്യ പുരസ്കാരം 2021-22. ഇത്രയാ പഠിക്കാൻ പോകുന്നത്. നോക്കാം. സംസ്ഥാന കഥകളി പുരസ്കാരം 2021 ജേതാവ് ആരാണ്? കലാനിലയം രാഘവൻ. കലാനിലയം രാഘവനാണ്. ഇദ്ദേഹം കഥകളി കലാകാരനാണ്. ഇദ്ദേഹത്തിനാണ് കഥകളി പുരസ്കാരം ലഭിച്ചത്. 2022 കലാമണ്ഡലം രാം മോഹൻ. ഇദ്ദേഹം ചുട്ടിയാണ്. ഇദ്ദേഹത്തിന്റെ ഇനം എന്ന് പറയുന്നത് ചുട്ടിയാണ്. അപ്പൊ ഇദ്ദേഹത്തിനാണ് 2022 സംസ്ഥാന കഥകളി പുരസ്കാരം ലഭിച്ചത്. ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ടേ, 2021 കലാനിലയം രാഘവനല്ലേ ലഭിച്ചത്. അപ്പൊ 21ാം വയസ്സിൽ കല എന്ന നിലയ്ക്ക് രാഘവന് കഥകളിയോടായിരുന്നു ഇഷ്ടം എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. കല എന്ന നിലയ്ക്ക് രാഘവന് ഏതിനോടായിരുന്നു ഇഷ്ടം? കഥകളിയോടായിരുന്നു ഇഷ്ടം. 21ാം വയസ്സിൽ, അപ്പോഴല്ലേ നമുക്ക് ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങുന്നത്. അപ്പൊ ഏത് മേഖലയിലേക്ക് തിരിയണം? കലാമേഖലയായിരുന്നു രാഘവൻ ഇഷ്ടം. അപ്പോ കല എന്ന നിലയ്ക്ക് രാഘവൻ ഏതായിരുന്നു ഇഷ്ടം? കഥകളിയായിരുന്നു ഇഷ്ടം. അപ്പൊ 2021 കലാനിലയം രാഘവനാണെന്ന് കിട്ടും കഥകളി പുരസ്കാരം. ഇനി 2022 കലാമണ്ഡലം രാം മോഹൻ. രാമിന് മോഹവും ഏത് തന്നെയായിരുന്നു? കഥകളിയായിരുന്നു. രാമിന് മോഹവും കഥകളിയാണ്. കല എന്ന നിലയ്ക്ക് രാഘവൻ ഇഷ്ടവും ഏത് തന്നെയായിരുന്നു? കഥകളിയായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു കഴിഞ്ഞാൽ 21ഉം 22ഉം അവിടെ കിട്ടും. അപ്പൊ 21ാം വയസ്സില് കല എന്ന നിലയ്ക്ക് രാഘവൻ ഏതിനോടായിരുന്നു ഇഷ്ടം? കഥകളിയോടായിരുന്നു ഇഷ്ടം. പിന്നെ രാമിനു മോഹവും ഏത് തന്നെയായിരുന്നു? കഥകളി തന്നെ ആയിരുന്നു. അടുത്തത് പല്ലാവൂർ അപ്പുമാരാർ. പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം 2021 കാക്കയൂർ അപ്പുക്കുട്ടൻ മാരാർ. ഇദ്ദേഹം ഇടയ്ക്ക വിദ്വാനാണ്. കാക്കയൂർ അപ്പുക്കുട്ടൻ മാരാർ. ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. പല്ലാവൂർ അപ്പുമാരാർ അല്ലേ? 2021 അപ്പുക്കുട്ടൻ മാരാർക്ക് തന്നെയാ കിട്ടിയത്. അപ്പുക്കുട്ടൻ മാരാർ. വേണമെങ്കിൽ കാക്കയ്ക്ക് പല്ലില്ല എന്ന് ഓർത്തു വെച്ചാൽ അവിടെ കാക്കയൂരാണെന്നും കിട്ടും അല്ലെ? അപ്പൊ കാക്കയൂർ അപ്പുക്കുട്ടൻ മാരാർ അത് ഓർത്തില്ലെങ്കിൽ കൂടി അപ്പുക്കുട്ടൻ മാരാർ, പല്ലാവൂർ അപ്പുമാരാർ, രണ്ടിലും അപ്പുവുണ്ട് മാരാരും ഉണ്ട്. അങ്ങനെ ഓർക്കാം. ഇദ്ദേഹം ഇടയ്ക്ക വിദ്വാനാണ്. ഇനി 2022 പുലാപ്പറ്റ ബാലകൃഷ്ണൻ മദ്ദളം. പുലാപ്പറ്റ, പല്ലാവൂർ, പല്ല, പുല, അതും അങ്ങനെ കണക്ട് ചെയ്തൂടെ? പല്ല, പുല രണ്ടും സെയിം അക്ഷരം, സെയിം വാക്കുകളൊക്കെ തന്നെയാണ്. പല്ല, പുല എന്നുള്ള കാര്യം ഓർത്താ പുലാപ്പറ്റ ബാലകൃഷ്ണനാണ് 2022 കിട്ടിയതെന്നും ഓർക്കാം. ഇദ്ദേഹം മദ്ദളം വിദ്വാനാണേ. പുലാപ്പറ്റ ബാലകൃഷ്ണൻ ആരാണ്? മദ്ദളം വിദ്വാനാണ്. അപ്പൊ കഥകളിയും പല്ലാവൂരും കിട്ടി.
ഇനി കേരളീയ നൃത്തനാട്യ പുരസ്കാരം. കേരളീയ നൃത്തനാട്യ പുരസ്കാരം 2021 മോഹിനിയാട്ടം കലാകാരിയായ KP ചന്ദ്രിക, കലാമണ്ഡലം KP ചന്ദ്രിക ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോഹിനിയാട്ടം കലാകാരിയാണ് ആര്? കലാമണ്ഡലം KP ചന്ദ്രിക. കലാമണ്ഡലം KP ചന്ദ്രികയ്ക്കാണ് 2021 കേരളീയ നൃത്തനാട്യ പുരസ്കാരം ലഭിച്ചത്. 2022 കേരളീയ നൃത്തനാട്യ പുരസ്കാരം ലഭിച്ചത് കൃഷ്ണനാട്ടം കലാകാരനായ അരവിന്ദ പിഷാരടിക്കാണ്. അരവിന്ദ പിഷാരടി, ഇദ്ദേഹം കൃഷ്ണനാട്ടമാണ് ഇദ്ദേഹത്തിന്റെ കലാ ഇനം എന്ന് പറയുന്നത്. കൃഷ്ണനാട്ടമാണ് കലാകാരൻ, കൃഷ്ണനാട്ടം കലാകാരനാണ് അരവിന്ദ പിഷാരടി. ഇദ്ദേഹത്തിനാണ് 2022 നൃത്തനാട്യ പുരസ്കാരം ലഭിച്ചത്. ഇപ്പൊ 21, 22 ഉറപ്പായിട്ട് ഓർത്തു വെച്ചോളൂ, ചോദ്യം കിട്ടിയിരിക്കും. ഇനി 2022 നെഹ്റു ട്രോഫി വള്ളംകളി. 2022 നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളായത് മഹാദേവിക്കാട് കാട്ടിൽ. മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ. മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ് 2022 നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആയത്. മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ. മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് പറയട്ടെ. ദേശീയ ഡോൾഫിൻ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് എന്നാണ്? 2022 മുതൽ ഒക്ടോബർ മാസം 5 ദേശീയ ഡോൾഫിൻ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാ? ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിൻ ആണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. ഇപ്പൊ കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് 2022 മുതൽ ഒക്ടോബർ 5 ദേശീയ ഡോൾഫിൻ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയുടെ ദേശീയ ജലജീവി കൂടിയാണ് ഗംഗാ ഡോൾഫിൻ. ഓക്കെ, ഇനി രാജ്യത്തെ ആദ്യത്തെ കുട്ടിത്തേവാങ്ക് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ കടുവൂർ. തമിഴ്നാട്ടിലെ കടുവൂരിലാണ് കുട്ടിത്തേവാങ്കുകളുടെ സംരക്ഷണാർത്ഥം രാജ്യത്തെ ആദ്യത്തെ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. കുട്ടിത്തേവാങ്ക് എന്ന് പറയുന്നത് സ്ലെൻഡർ ലോറിസ് ആണ്. സ്ലെൻഡർ ലോറിസ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോ കിട്ടും. അതൊരു പ്രൈമേറ്റ് ആണ്. അപ്പൊ ഇതിന്റെ സംരക്ഷണാർത്ഥം രാജ്യത്ത് നിലവിൽ വരുന്ന ആദ്യത്തെ വന്യജീവി സങ്കേതം തമിഴ്നാട്ടിലെ കടുവൂരിലാണ്. കരൂർ, ദിണ്ടിഗൽ എന്നീ ജില്ലകളിലായിട്ടാണ് ഈ കടുവൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓർക്കുക, ആദ്യത്തെ കുട്ടിത്തേവാങ്ക് വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് കടുവൂർ. കടുവൂർ എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഇനി 2022 സെപ്റ്റംബർ 17 8 ചീറ്റകളെ തുറന്നുവിട്ടത് രാജ്യത്തെ ഏത് ദേശീയോദ്യാനത്തിലാണ്? 2022 സെപ്റ്റംബർ 17 8 ചീറ്റകളെ തുറന്നുവിട്ടത് കുനോ ദേശീയോദ്യാനം. കുനോ ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിലാണ് 8 ചീറ്റകളെ തുറന്നുവിട്ടത്. പ്രോജക്ട് ചീറ്റ എന്ന പദ്ധതിയുടെ അണ്ടറിലാണ് ഇങ്ങനെ ഒരു പരിപാടി നടന്നത്. അതായത് ഇന്ത്യയിൽ ഈ ദേശീയോദ്യാനത്തിൽ ചീറ്റകളെ തുറന്നുവിട്ട ഈ പ്രോഗ്രാം പ്രോജക്ട് ചീറ്റ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 1952 വംശനാശം സംഭവിച്ച ഇന്ത്യയിലെ വംശനാശം സംഭവിച്ച ചീറ്റകളെ വീണ്ടും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് 2022 സെപ്റ്റംബർ മാസം 17 ഈ 8 ചീറ്റകളെ ഇന്ത്യക്ക് സമ്മാനിച്ചത് ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. ആ ആഫ്രിക്കൻ രാജ്യത്തിന്റെ പേരെന്താ? നമീബിയ. നമീബിയയിൽ നിന്നാണ് 8 ചീറ്റകൾ ഇന്ത്യയിലേക്ക് എത്തിയത്. 1970 ഇറാനിൽ നിന്നും ചീറ്റകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പരാജയപ്പെട്ടു. 2022 ആ ശ്രമം, പ്രോജക്ട് ചീറ്റ എന്ന പേരിൽ ആ ശ്രമം വിജയിക്കുകയും ചീറ്റകൾ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. നല്ല വലിപ്പമുള്ള മാംസാഹാരികളായ ഇങ്ങനത്തെ ചീറ്റകളെ ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ സംഭവം കൂടിയാണ് ഈ പ്രോജക്ട് ചീറ്റയിലൂടെ നടപ്പിലായത്. ഓർക്ക, നമീബിയ എന്ന ആഫ്രിക്കൻ രാജ്യമാണ് ചീറ്റകളെ ഇന്ത്യക്ക് സമ്മാനിച്ചത്. കുനോ ദേശീയോദ്യാനത്തിലാണ് ചീറ്റകളെ തുറന്നുവിട്ടത്. കുനോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഒരു മാർക്ക് ചോദ്യം. മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശ്. ഇനി കഴിഞ്ഞൊരു ക്ലാസ്സില് കുളത്തൂപ്പുഴ എന്ന പഞ്ചായത്തിന്റെ ഒരു ഫാക്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്താണ്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിച്ച പഞ്ചായത്താണ് കുളത്തൂപ്പുഴ.
അതുപോലെ പുല്ലമ്പാറ എന്ന പഞ്ചായത്തും ഒരു നേട്ടം കൈവരിച്ചു. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്ത്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്താണ് പുല്ലമ്പാറ എന്ന പഞ്ചായത്ത്. പുല്ലമ്പാറ. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയില്ലേ? അടുത്തത് ഇനി 2022 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന് പുതിയ മുഖ്യമന്ത്രിമാരൊക്കെ പല സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വന്നു. അപ്പൊ മുഖ്യമന്ത്രിമാരുടെ പേരാണ് പഠിക്കുന്നത്. ഉത്തർപ്രദേശ്, ഗോവ, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, മണിപ്പൂർ, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളില് അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രിമാരുടെ പേര് നോക്കാം. ഉത്തർപ്രദേശിൽ വീണ്ടും യോഗി ആദിത്യനാഥ് ആണ് മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ ഉത്തർപ്രദേശിലെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? യോഗി ആദിത്യനാഥ്. ഗോവയിലെ പ്രമോദ് സാവന്ത് ആണ് ഗോവയിലെ നിലവിലെ മുഖ്യമന്ത്രി. പ്രമോദ് സാവന്ത്. ഇപ്പൊ ഗോവയിലേക്ക് പോകുമ്പം എല്ലാവർക്കും മോദം, സന്തോഷാണ് അല്ലെ? അപ്പൊ മോദം ഗോവ എന്ന് കണക്ട് ചെയ്താൽ അതവിടെ കിട്ടും. ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ആണ് ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി. പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ഭഗവന്ത് മൻ. ഈ പഞ്ചാബി സിഖുകാരെയൊക്കെ ഇല്ലേ, പഞ്ചാബികള് എപ്പോഴും അവര് ഇങ്ങനെ ഭഗവാനെയൊക്കെ ആരാധിക്കുന്ന ആൾക്കാരാണ്. അതായത് അവരുടെ മന്നിൽ എപ്പോഴും ആരുണ്ട്? ഭഗവാനുണ്ട്. അപ്പൊ പഞ്ചാബ് ഭഗവന്ത് മനസ്സിൽ എപ്പോഴും ഭഗവാനുണ്ട് പഞ്ചാബികളുടെ. മണിപ്പൂരിൽ ബീരേൻ സിംഗ് ആണ്. മണിപ്പൂരിൽ മുഖ്യമന്ത്രി ആരാണ്? ബീരേൻ സിംഗ്. എങ്ങനെ ഓർക്കാം? ബീരാനെ ആ മണിയൊന്നടിക്കുക എന്ന് ഓർത്താൽ മതി. ബീരാനെ ആ മണിയൊന്നടിക്കുക എന്ന് ഓർത്താൽ മണിപ്പൂരിൽ ബീരേൻ സിംഗ് ആണെന്ന് കിട്ടും. ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു. എല്ലാം ഒരു സുഖമാണ്. ഹിമാചൽ പ്രദേശില് നമ്മള് എന്താണ്, ഒരുപാട് സുഖവാസ കേന്ദ്രങ്ങളില്ലേ? അപ്പം സുഖു ഹിമാചൽ പ്രദേശ് അങ്ങനെയും കണക്ട് ചെയ്യാം. സുഖ്വീന്ദർ സിംഗ് സുഖു ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഹിമാചൽ പ്രദേശിൽ സുഖവാസ കേന്ദ്രങ്ങൾ എന്ന് ഓർത്താൽ സുഖ്വീന്ദർ സിംഗ് സുഖു ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയാണെന്ന് കിട്ടും. ബീരാനെ ആ മണിയൊന്നടിക്കുക എന്ന് ഓർത്താൽ മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് ആണെന്ന് കിട്ടും. പഞ്ചാബ് ഭഗവന്ത് മൻ. അവരുടെ പഞ്ചാബികളുടെ മനസ്സിലെല്ലാം ഭഗവാൻ, മണ്ണിൽ എന്തുണ്ട്? ഭഗവാനുണ്ട്. ഉത്തരാഖണ്ഡ് പുഷ്കർ സിംഗ് ധാമി. ഗോവയിൽ പോകുമ്പം എല്ലാവർക്കും മോദം, സന്തോഷമാണ്. അപ്പൊ പ്രമോദ് സാവന്ത്. യുപിയില് യോഗി ആദിത്യനാഥ്. അത് പറയേണ്ട കാര്യമില്ല, യുപിയില് യോഗി ആദിത്യനാഥ് ആണെന്ന് എന്നോ പഠിച്ചു വെച്ച പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സോൾട്ട് മാംഗോ എന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കൂ. അറിവിനൊപ്പം പണവും സമ്പാദിക്കാം. വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.